മഹത്വവൽക്കരിക്കുകയാണ്. പ്രതികളെ മാത്രമല്ല, ഈ നാട് കുട്ടിച്ചോറാക്കുന്ന, ഈ നാട് മതവിദ്വേഷം പടർത്തുന്ന, ഈ നാട്ടിൽ ഏറ്റവും നല്ല വിൽക്കാൻ യൂട്യൂബിൽ നല്ലത് മതവിദ്വേഷം പടർത്തുകയാണെന്ന് ഈ ഒരു യുവ ടീമിനെ പഠിപ്പിച്ച് അതിന്റെ ലീഡർഷിപ്പ് വഹിക്കുന്ന മറുനാടനെ മഹത്വവൽക്കരിക്കുകയാണ്. കുഴപ്പമായിരിക്ക PV അൻവർ മറുനാടനെതിരെ നടത്തിയ പോരാട്ടമൊന്നും ശരിയല്ലായിരുന്നു. ആരാ കൂട്ടരെ പറയുന്നത്? ആരാ പറയുന്നത്? എവിടെ എത്തിയവര്? ഇത് അന്നേ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പോരാട്ടം നടത്തണല്ലോ, എന്നെ വഞ്ചിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എന്നോട് പറയാം, അൻവറെ നീ നിന്റെ പണിയെടുത്തോ, അവരെങ്ങനെയും ജീവിച്ചോട്ടെ, ഇതൊക്കെ പാർട്ടി ഇടപെട്ടോളാ, നീ അതുമായി മുന്നോട്ട് പോകണ്ട എന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ഒരു കൊല്ലത്തെ അധ്വാനാണ്. ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്, ഒരുപാട് പണം ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. ഈ തെറിവിളി മുഴുവൻ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നും ആ തെറിവിളി ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ആ സാജൻസ് കറിയെ പോലും മഹത്വവൽക്കരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടായി പോക്ക്? എങ്ങോട്ടാണ് ഈ പോക്ക്? ഇതൊന്നും മനസ്സിലാവാതെ കേരളത്തിലെ യുവാക്കള്, എല്ലാ പാർട്ടിയിലും പെട്ടവര് കിടന്നുറങ്ങുക. ആ യുവാക്കളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഈ നെക്സസിനെ കുറിച്ച്. ഞാൻ എന്റെ പൊന്നുമാശെ, ഞാൻ കൊണ്ട് പറയാണ്, ഇതൊക്കെ ഞാൻ വളരെ ആവർത്തിച്ച് വെക്കാറുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവസാനിക്കാം. ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് അവസാനിക്കാം. അല്ല, ഈ മറ്റൊരു കുറെ ആൾക്കാരെ കാണില്ലേ, ഈ നാലാളെ പിന്തുണ മതിയല്ലോ. BJPക്ക് അനുകൂലമായ യാത്ര ചെയ്യണമെങ്കിൽ ഡ്രൈവറെ പിന്തുണ മതി. അല്ലെ, ഈ സംഗതി എഴുതണമെങ്കിൽ എന്റെ കൂടുതൽ എന്റെ സ്റ്റാഫിന്റെ പിന്തുണ മതി. ഇന്നിപ്പോ ഈ വീടിന് സംരക്ഷണമാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് 15-20 ദിവസമായി. എന്റെ ഭാര്യ മക്കൾ ഒറ്റക്ക ഈ 100 കൊല്ലം പഴക്കൽ ഈ വലിയൊരു വീട്ടില് ഒരു ഗേറ്റ് അടക്കുക. നിങ്ങൾ കണ്ടല്ലോ, ഇവർക്കൊരു സംരക്ഷണം ഏർപ്പെടുത്തണം ഭീഷണിയാണ്. ഇതുവരെ ഒരു മറുപടി പോലും ഇല്ല, മറുപടി ഒന്നുമില്ല. ഇനിയിപ്പോ എന്റെ 2 പോലീസുകാരുണ്ട്, അത് നാളെ പിൻവലിക്കുമെന്ന് അറിയില്ല. ഞാനത് കാച്ചണമെങ്കിൽ ഒരു കൂടി വേണ്ടല്ലോ. പിന്നെ ഞാൻ തോക്കിന് കൊടുത്തിട്ടുണ്ട്, ആ തോക്ക് ലൈസൻസ് കിട്ടുന്ന യാതൊരു ഉറപ്പ് എനിക്കില്ല, മനസ്സിലായോ? പക്ഷെ ഈ പറഞ്ഞതുപോലെ ഈ അങ്ങാടി കൂടെ ഞാൻ നടക്കും, ഒന്നുമില്ലെങ്കിലും ആ ചാപ്പുണ്ടല്ലോ, അത് ഈ ശരീരത്തിൽ പിടിക്കില്ല, മറ്റത് പിടിക്കും, ആരുടെ ശരീരത്തിൽ പിടിക്കും, അത് ചെയ്തോട്ടെ. അത്രയും കുറിച്ച് പറയാം.